ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തനി നാടൻ ഡിഷായ അസ്ത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചേന കൊണ്ടുള്ള അസ്ത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി ഞാൻ ഒരു 1/2 കിലോ ചേന ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഞാൻ മൺചട്ടിയിൽ ഇതേപോലെ ഇട്ട് ഞാനതിനൊന്ന് നിരത്തി വെക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടി. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർക്കുകയാണ്. നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നു. നമ്മുടെ ചേനയെല്ലാം വെന്ത് കറക്റ്റ് കിട്ടുമ്പോൾ അതിൽ ഉപ്പിൻ്റെ ഇതും ടേസ്റ്റും വേണം. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇതിലോട്ട് തന്നെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ചേന കംപ്ലീറ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, അപ്പോൾ പെട്ടെന്ന് വേകുന്ന ചേനയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം കുറച്ച് മതി. ഇത് കുറച്ച് വേവുള്ള ചേനയായതുകൊണ്ട് ഞാനിതേപോലെ ഏകദേശം 2 കപ്പോളം വെള്ളം ചേർത്തു. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ആ പൊടിയെല്ലാം എല്ലാ ഭാഗത്തും ആകും. എന്നിട്ട് ഇനി ഇതിനെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഈ ചേന നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മൾ ചേന വേകാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ, ഇതേപോലെ ചെറിയ തേങ്ങ ഞാൻ മിക്സി ബൗളിലോട്ട് ഇടുകയാണ്. എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ ജീരകം, ഇത് നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഈ ജീരകവും ചേർത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിവിടെ ചേന അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചു. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കാം. നമുക്കിവിടെ കാണാം ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അത് ഉടയ്ക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റ് വെന്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഉടച്ചെടുക്കണ്ട, വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് ചേനയിൽ. അപ്പോൾ ഇവിടെ ചേനയെല്ലാം കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ്, അതായത് ജീരകവും തേങ്ങയും കൂടി ഞാൻ മഷി പോലെ അരച്ചെടുത്ത അരപ്പിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അസ്ത്രത്തിലോട്ട് ചേർക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, നമുക്ക് ഈ അസ്ത്രം നല്ല സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. ഞാനിവിടെ ഇത് കറി പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചേർക്കുന്നു. അപ്പോൾ ഞാൻ ആ മിക്സി ബൗളിൽ തന്നെ കുറച്ച് വെള്ളം, ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്, ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും ആ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ കൂട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഈ തേങ്ങയുടെ അരപ്പിൽ കിടന്ന് ഈ ചേനയൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതായത് നന്നായി വെന്തതാണ്, ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് വേവിച്ചു ഇതിനെ. ഇപ്പോൾ നമുക്ക് കാണാം ഇതെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് കറിയൊക്കെ. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ എല്ലാം ആ അരപ്പിൽ കിടന്നൊരു 5 മിനിറ്റ്സ് വെന്തിട്ടുമുണ്ട്. ഏകദേശം ഒരു കറിക്ക് ഒരു ചെറുതായിട്ടൊന്ന് കുറുകിയൊരു ഇതുമുണ്ട്, കുറുകി കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർക്കുകയാണ്. അപ്പോൾ ഇത് വലിയ പുളിയുള്ള തൈരല്ല, അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് തൈര് ചേർക്കുന്നു. പുളിയുള്ള തൈരാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈരും ചേർത്തു. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ തൈര് ചേർക്കുന്ന സമയം ഞാൻ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചൂട് മാത്രം മതി. ഇനി അപ്പോൾ നമ്മുടെ അസ്ത്രം ഏകദേശം തയ്യാറായി. അപ്പോൾ ഞാനിവിടെ താളിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ, ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു. അത് നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് കടുകിട്ട് അത് നന്നായി പൊട്ടാൻ അനുവദിക്കാം. നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു 6 അല്ലി ചെറിയുള്ളി ഇതേപോലെ നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞതിന് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയിലാണ് താളിച്ച് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ചെറിയുള്ളിയിൽ ആ ഒരു ചെറിയൊരു, അതായത് പച്ചപ്പ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരേക്കും, ഈ ഉള്ളിയെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരേക്കും നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങി. അപ്പോഴും ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷേ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് അസ്ത്രത്തിന് കിട്ടുക. അപ്പോൾ ഞാനിവിടെ നെയ്യ് ചേർത്തു. എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി തുടങ്ങി. ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു 2 പച്ചമുളക് കീറിയതും ഒരു 2 ചുവന്ന മുളക് കീറിയതും ഒപ്പം തന്നെ 2 കമ്പ് കറിവേപ്പിലയും ഇതേപോലെ ചേർത്ത് അതിനൊന്ന് പൊട്ടാൻ അനുവദിച്ചു. എന്നിട്ട് ഈ കൂട്ടിനെ ഞാൻ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അസ്ത്രത്തിലോട്ട് ഒഴിക്കുകയാണ്.
നമുക്ക് നല്ല ചൂടോടെ തന്നെ ഈ കൂട്ടിനെ നമുക്ക്, അതായത് കടുക് വറുത്ത് താളിച്ചതിനെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ഒഴിച്ചു കറിയായിട്ടോ കൂട്ടാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.